ഇത് കണ്ടോ ആട്ടോ, ഇതാണ് ബുഷ് എന്ന് പറയുന്നത്. ബുഷ് ഇതേപോലെ ബുഷാക്കി നിർത്തുമ്പോഴാണ് ആ ചെടിയായി മാറുന്നത്. പ്രൂൺ ചെയ്ത് അറേഞ്ച് ചെയ്ത രീതിയിലാണ് ഇതിനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് നിലത്തിരുന്നതിനെ പറിച്ചെടുക്കാൻ കഴിയുള്ളൂ. അല്ലാതെ ചെടിയുടെ ഇഷ്ടത്തിന് വിട്ട് കഴിഞ്ഞാൽ പകുതിയും പക്ഷികൾ കൊണ്ടുപോകത്തേ ഉള്ളൂ. നമുക്ക് ഉൽപ്പാദനം എടുക്കാൻ കഴിയണോ, ഇതുപോലെ പ്രൂൺ ചെയ്ത് ഒതുക്കി പ്ലാന്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളിവിടെ പല വെറൈറ്റിയിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകളെ ഒന്നിച്ചു കൊണ്ടുവരുന്ന ഒരു രീതിയിലാണ് ഈ പ്ലാന്റേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കേരളീയർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇനമാണ് തെങ്ങ്. തീർച്ചയായിട്ടും ഈ പ്ലാന്റേഷനിൽ കുറച്ച് തെങ്ങുകൾ വേണമെന്ന ഒരു റെക്കമെൻഡേഷൻ നമ്മുടെ ക്ലയൻറ്റിൽ നിന്നുണ്ടായിരുന്നു. അതിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഒരിനം എന്ന് പറയുന്നത് ഗംഗാബോണ്ടമാണ്. ഈ ചെടികളെല്ലാം ഇപ്പോൾ പുനർജനി ടീമിൻ്റെ മെയിൻ്റെനൻസിനാണ് നടക്കുന്നത്. അവർ മാസം തോറും ഓരോ മെയിൻ്റെനൻസും ചെയ്യാറുണ്ട്. മരുന്ന് വേണമെങ്കിൽ മരുന്നും ചെയ്യാറുണ്ട്, അല്ലാതെ വെട്ടി നിർത്താനാണെങ്കിൽ വെട്ടി നിർത്താറുമുണ്ട്. അങ്ങനെ വെട്ടി നിർത്തിയതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ചെടികളും ബുഷായിട്ടും വളരെ കായ്ഫലത്തോടും കൂടി കിളിച്ച് നിൽക്കുന്നത്. മികച്ച ക്വാളിറ്റിയുള്ള ചുളകൾ ഏറ്റവും മധുരത്തോടു കൂടി ലഭ്യമാകണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് J33 എന്ന് പറയുന്നത്. അതെ, ഇതൊരു ഓർണമെൻ്റൽ പ്ലാന്റ് പോലെ തന്നെ നമുക്ക് ഏതൊരു പ്ലാന്റേഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരെണ്ണമാണ്. ഇതിൻ്റെ കായ കട്ട് ചെയ്ത് ഇതിനകത്തൊരു മിൽക്ക് പോലെയുള്ള ഒരു ലിക്വിഡ് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണിത്. പ്ലാന്റേഷനുകൾ പൂർണ്ണമായിട്ടും ജൈവികമായ വളപ്രയോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്ലാന്റേഷനുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.